വിശുദ്ധമായ ഖുർആനിൽ ഒരുപാട് ദുആകളുണ്ട്. ദുആകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദുആ അത് ഖുർആനിൽ പറയപ്പെട്ടിട്ടുള്ള ദുആയാണ്. ഖുർആനിൽ ദുആകൾ പല രൂപത്തിലാണ്. ചിലത് പ്രവാചകന്മാർ പറഞ്ഞ ദുആയുണ്ട്, പ്രവാചകന്മാർ പറയാത്ത ദുആയുണ്ട്. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് 15 പ്രവാചകന്മാർ അവരുടെ നാവ് കൊണ്ട് പറഞ്ഞ 15 ദുആകളാണ്. ഏതൊക്കെ പ്രവാചകന്മാർ ഏതൊക്കെ സമയത്ത് ഏതൊക്കെ സന്ദർഭത്തിലാണ് ആ ദുആ പറഞ്ഞിട്ടുള്ളത്, ഏതൊക്കെയാണ് ആ ദുആ എന്ന് വിശദമായി ചർച്ച ചെയ്യാം. വിശുദ്ധമായ ഖുർആനിൽ പറയപ്പെട്ടിട്ടുള്ള 15 ദുആകൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, നമ്മൾ പലപ്പോഴും ദുആ ചെയ്യുന്ന ചില ദുആകളും ഈ കൂട്ടത്തിലുണ്ട്. ഏതൊക്കെയാണ് ആ ദുആകളെന്നും അതിൻ്റെ അർത്ഥം എന്താണെന്നും വിശദമായി നമുക്ക് മനസ്സിലാക്കാം. ഫിർഔനിന്റെ മുന്നിലേക്ക് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു ചെല്ലുന്നതിന് മുമ്പ് ചെയ്ത ഒരു ദുആ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്, പഠിക്കേണ്ടതാണ്. ഏതാണ് ആ ദുആ? ഒന്ന് കേൾക്കണേ. മക്കളില്ലാത്തവരെ നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങളെപ്പോലെ ഒരുപാട് വിഷമിച്ചവരാണ് മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം. സക്കരിയ നബി അലൈഹിസ്സലാം കുട്ടികൾ ഉണ്ടാവാൻ, മക്കൾ ഉണ്ടാവാൻ ചെയ്ത ദുആ വിശുദ്ധമായ ഖുർആനിലുണ്ട്. ആ ദുആ നമ്മൾ പഠിക്കുകയും ദുആ ചെയ്യുകയും ചെയ്താൽ നമുക്കും സൽസന്താനങ്ങൾ ഉണ്ടാകും. ഏതാണ് ആ സക്കരിയ നബി ചെയ്ത ദുആ? മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമും ഇസ്മായിൽ നബിയും പരിശുദ്ധമായ കഅബയുടെ പണി പൂർത്തീകരിച്ചതിന് ശേഷം ഒരു ദുആ ചെയ്തിട്ടുണ്ട്. ആ ദുആ പലപ്പോഴും നമ്മൾ ചെയ്യാറുണ്ട്, പക്ഷേ പലർക്കും അറിയില്ല ഇത് പ്രവാചകന്മാർ ചെയ്ത ദുആയാണെന്ന്. ഏതാണ് ആ ദുആ? സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും അല്ലാഹു എല്ലാവിധ സമാധാനവും നൽകുമാറാവട്ടെ. ആരെല്ലാം നമ്മളോട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ അവരുടെയും നമ്മുടെയും മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കുമാറാവട്ടെ. മാറാവ്യാധികളെ തൊട്ട് മാറാ രോഗങ്ങളെ തൊട്ട് അല്ലാഹു നമ്മെ എല്ലാവരെയും കാക്കുമാറാവട്ടെ. മരണപ്പെട്ടുപോയവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് പ്രദാനിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മളിന്ന് പരിശോധിക്കുന്നത് വിശുദ്ധമായ ഖുർആൻ. ആ ഖുർആനിൽ അല്ലാഹു തആല പേരെടുത്തു പറഞ്ഞ 25 പ്രവാചകന്മാർ ഉണ്ട്. അള്ളാഹു അവരോടൊപ്പം നമ്മളെ എല്ലാവരെയും സ്വർഗത്തിൽ കടത്തുമാറാവട്ടെ. ആമീൻ. ആ പ്രവാചകന്മാരിൽ എല്ലാവരും അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി പ്രബോധന ജീവിതം നയിച്ചവരാണ്. അവരിൽ ഒരുപാട് പേര് പല സന്ദർഭങ്ങളിലായി ഒരുപാട് ദുആ ചെയ്തവരാണ്. വിശുദ്ധമായ ഖുർആൻ എടുത്തു പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് ഒരുപാട് ദുആകൾ കാണാം. അല്ലാഹുമ്മ എന്ന വാക്ക് കൊണ്ട് തുടങ്ങുന്ന ഒരുപാട് ദുആകൾ വിശുദ്ധമായ ഖുർആനിൽ ഉണ്ട്. റബ്ബന എന്ന് തുടങ്ങുന്ന ഒരുപാട് ദുആകൾ ഖുർആനിൽ കാണാം. റബ്ബി എന്ന് തുടങ്ങുന്ന വാക്കുകൊണ്ട് ഒരുപാട് ദുആകൾ വിശുദ്ധമായ ഖുർആനിലുണ്ട്. ഖുർആനിലെ ചില ആയത്തുകൾ പിന്നീട് അത് ദിക്റായി ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ അത്ഭുതങ്ങളുടെ കലവറയാണ് വിശുദ്ധമായ ഖുർആൻ. ആ ഖുർആനിൽ പേരെടുത്ത് പറഞ്ഞിട്ടുള്ള 25 പ്രവാചകന്മാർ. ആ പ്രവാചകന്മാരിൽ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് 15 പ്രവാചകന്മാർ അവരുടെ ജീവിതത്തിൻ്റെ പല സന്ദർഭങ്ങളിലായി ചെയ്ത ദുആകൾ വിശുദ്ധമായ ഖുർആനിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ആ ഖുർആനിൽ പറയുന്ന ദുആകൾ, ആ പ്രവാചകന്മാർ ആരൊക്കെയാണ്, ആ പ്രവാചകന്മാർ ചെയ്തിട്ടുള്ള ദുആകൾ ഏതൊക്കെയാണെന്ന ഒരു ചെറിയ വിശദീകരണമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നിങ്ങൾക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു തആല ഇത് കേൾക്കുവാനും ഇതിൽ പറയപ്പെടുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ അമൽ ചെയ്യാനും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമുക്കറിയാം ദുആ എന്നുള്ളത് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആയിനെ പറ്റി ഒരുപാട് വാചാലനായിട്ടുണ്ട്. അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ, ഒരു മുഅ്മിനിൻ്റെ ആയുധമാണ് ദുആ എന്നുള്ളത്. നമുക്കറിയാം ഒരു യുദ്ധക്കളത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എടുക്കാൻ മറക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ആയുധം എന്നുള്ളത്. എന്നതുപോലെ ഈ ദുനിയാവിൽ ഒരു മുഅ്മിനായ മനുഷ്യൻ അവരൊരു യുദ്ധത്തിലാണ്. കാരണം അവനെ പരാജയപ്പെടുത്താൻ ശൈത്താൻ ഒരു ഭാഗത്ത് നിന്ന് വരുമ്പോൾ
അവനെ പരാജയപ്പെടുത്താൻ മറ്റൊരു ഭാഗത്തിൽ ദുന്യാവിൻ്റെ ആഡംബരങ്ങളും അതുപോലെ സുഖ സൗകര്യങ്ങളും ഇവനെ വഞ്ചിക്കാൻ വേണ്ടി കടന്നു വരും ശത്രുവായിട്ട്. മറ്റൊരു ഭാഗത്ത് നിന്നും ഇവൻ്റെ ഇച്ഛാശക്തികൾ, അവൻ്റെ ഇച്ഛകൾ, തോന്നലുകൾ ഇവനെ നശിപ്പിച്ചു കൊണ്ടിരിക്കും. ഇങ്ങനെ മുഅ്മിൻ അവൻ ഈ ദുന്യാവിൽ ജീവിക്കുമ്പോൾ ഒരു യുദ്ധക്കളത്തിലാണ്. അപ്പോൾ ആ യുദ്ധക്കളത്തിൽ അവൻ മറക്കാതെ അവൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാവേണ്ട ആയുധമാണ് ദുആ എന്നുള്ളത്. ദുആ, പ്രാർത്ഥന, തേട്ടം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും പറയുന്നു, അദ്ദുആഉ മുഉൽ ഇബാദ. ഇബാദത്തുകളുടെ മജ്ജയാണ്, ഇബാദത്തുകളുടെ ഉള്ളിലുള്ള മജ്ജയാണ് ദുആ എന്നുള്ളത്. നമുക്കറിയാം നമ്മുടെ ശരീരം ഇങ്ങനെ ഉറച്ചു നിൽക്കുന്നത് നമ്മുടെ ഈ തൊലിയുടെയും ഇറച്ചിയുടെയും ഉള്ളിൽ എന്തുണ്ട്? എല്ലുണ്ട്. നമ്മുടെ ശരീരത്തിലുള്ള എല്ലുകൾക്ക് ബലമുണ്ടാവാൻ എല്ലുകളുടെ ഉള്ളിലുള്ള ഒരു വസ്തുവാണ് മജ്ജ എന്നുള്ളത്. എന്നതുപോലെ ഒരു മുഅ്മിൻ ചെയ്യുന്ന ഇബാദത്തുകൾ, ആ ഇബാദത്തുകൾക്ക് ബലമുണ്ടാവണമെങ്കിൽ അതിലെന്ത് വേണം? ദുആ വേണം. അതുകൊണ്ടാണ് നിസ്കാരത്തിൽ നമ്മൾ ദുആ ചെയ്യുന്നത്. നിസ്കാരത്തിന് ശേഷം നമ്മൾ ദുആ ഇറക്കുന്നുണ്ട്. അതുപോലെ ഹജ്ജിൽ ഒരുപാട് ദുആയുണ്ട്. വിശുദ്ധമായ റമദാനിൽ നമ്മൾ ദുആ ഒരുപാട് ചെയ്യാറുണ്ട്. പലപ്പോഴായി നമ്മൾ ഒരുപാട് ദുആകൾ പറയാറുള്ളവരാണ്. അപ്പോൾ ദുആ എന്നുള്ളത് അത് ഇബാദത്തുകളുടെ മജ്ജയാണ്. ദുആ എന്നുള്ളത് അത് മനുഷ്യൻ ഉണ്ടായ കാലം മുതലുള്ളതാണ്. ആദ്യമായി ലോകത്ത് ദുആ ചെയ്തത് ആദരവായ മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ് സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ ഭൂമിയിൽ വെച്ച് ആദ്യമായി ദുആ ചെയ്ത മനുഷ്യൻ. ദുആകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദുആ അത് വിശുദ്ധമായ ഖുർആനിലെ ദുആയാണ്. പ്രത്യേകിച്ച് ആ ഖുർആനിൽ പ്രവാചകന്മാർ ദുആ ചെയ്ത ദുആയാണ് ദുആകളിൽ വെച്ച് ഏറ്റവും ഖൈറായ പ്രാർത്ഥന ദുആ. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് അതാണ്. ഖുർആനിൽ പേരെടുത്ത് പറയപ്പെട്ടിട്ടുള്ള 25 പ്രവാചകന്മാരിൽ നമ്മൾ തിരഞ്ഞെടുത്ത 15 പ്രവാചകന്മാർ അവരുടെ ജീവിതത്തിൻ്റെ പല പ്രതിസന്ധി ഘട്ടങ്ങളിലും പല സന്തോഷത്തിൻ്റെ നിമിഷങ്ങളിലും പലതരത്തിലുള്ള അവസ്ഥകളിലും അവർ ചെയ്തിട്ടുള്ള 15ഓളം ദുആകൾ നമ്മൾ ഇന്ന് പരിശോധിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല ആ പ്രവാചകന്മാരോടൊപ്പം നമ്മളെല്ലാവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ആദ്യമായി നമ്മൾ പരിചയപ്പെടുന്നത് അബൂന അബുൽ ബഷർ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ദുആയാണ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ ആ സ്വർഗത്തിൽ വെച്ച് ചെയ്തു പോയ ഒരു പിഴവ്, ആ പിഴവിൻ്റെ പേരിൽ അള്ളാഹുവിനോട് തൗബ ചെയ്തുകൊണ്ട് ദുആരക്കുകയാണ്. വിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ അഅറാഫ് 7ാമത്തെ സൂറത്താണ് സൂറത്തുൽ അഅറാഫ്. ആ സൂറത്തുൽ അഅറാഫിൻ്റെ 23ാമത്തെ ആയത്തിൽ നമുക്ക് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ദുആ കാണാം. ഏതാണ് ആ ദുആ? റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുവേ, പടച്ചവനെ, ഞാൻ നിന്നോട് ഒരുപാട് അക്രമം ചെയ്തിരിക്കുന്നു. റഹ്മാനെ, എൻ്റെ പാപങ്ങൾ നീ പുറത്തു തരണേ, എന്നോട് നീ കരുണ കാണിക്കണേ, ഇല്ലെങ്കിൽ ഞാൻ നഷ്ടവാളികളിൽ പെട്ടുപോകുമേ. ഇതാണ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെയ്ത ദുആ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. രണ്ടാമതായി നമ്മൾ പരിശോധിക്കുന്നത് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെയ്യുന്ന ദുആ. അത് സൂറത്തുൽ ബഖറ, വിശുദ്ധമായ ഖുർആനിലെ 2ാമത്തെ സൂറത്താകുന്ന സൂറത്തുൽ ബഖറയുടെ 127ാമത്തെ ആയത്തിൽ നമുക്ക് ആ ദുആ കാണാം. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമും മകനാകുന്ന ഇസ്മായിൽ നബിയും അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം പരിശുദ്ധമായ കഅബ പണി പൂർത്തീകരിച്ചതിന് ശേഷം അവർ ചെയ്യുന്ന ദുആയാണ് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങൾ ചെയ്തിട്ടുള്ള ഈ നല്ല കർമ്മം ഞങ്ങളിൽ നിന്നും നീ സ്വീകരിക്കണേ അല്ലാ. നിശ്ചയമായും നീ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു. ഈ ദുആ നമ്മൾ ചെയ്യാറുണ്ട്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം, അല്ലേ? നമ്മൾ ചെയ്യാറുണ്ട് ഈ ദുആ. അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചെയ്ത ദുആയാണ്. ഇനി മൂന്നാമതായി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്നെ പറയുന്ന മറ്റൊരു ദുആയാണ് സൂറത്തുൽ ബഖറയുടെ 128ാമത്തെ ആയത്തിൽ അല്ലാഹു തആല ദുആ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ഏതാണ് ആ ദുആ?
റബ്ബനാ വജഅൽനാ മുസ്ലിമൈനി ലക വമിൻ ദുർരിയ്യതിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക വഅരിനാ മനാസികനാ വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ഞങ്ങളുടെ രക്ഷിതാവേ, അതായത് ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും ഒന്നിച്ച് ദുആരക്കുകയാണ്. അല്ലാഹുവേ, ഞങ്ങൾ രണ്ടുപേരും നിനക്ക് കീഴ്പ്പെട്ടവരാണ്. അല്ലാ, ഞങ്ങളുടെ സന്താനങ്ങളിൽ നിന്നും നിനക്ക് കീഴ്പ്പെടുന്ന ഒരു സമുദായത്തെ തന്നെ നീ ഉണ്ടാക്കി തരണേ അല്ലാ. ഞങ്ങളുടെ ആരാധനാക്രമങ്ങൾ ഞങ്ങൾക്ക് നീ കാണിച്ചു തരുകയും ഞങ്ങളുടെ പശ്ചാത്താപം സ്വീകരിക്കുകയും നീ ചെയ്യണേ അല്ലാ. അല്ലാഹുവേ, തീർച്ചയായും നീ അത്യന്തം പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കരുണ ചൊരിയുന്നവനുമാകുന്നു അല്ലാ. ഇത് ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും മറ്റൊരു ദുആയാണ്. റബ്ബനാ വജഅൽനാ മുസ്ലിമൈനി ലക വമിൻ ദുർരിയ്യതിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക വഅരിനാ മനാസികനാ വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ദുആയാണ്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ദുആ വിശുദ്ധമായ ഖുർആനിലെ 5-ാമത്തെ സൂറത്താകുന്ന സൂറത്തുൽ മാഇദ. 5-ാമതായി മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെയ്യുന്ന ദുആയാണ്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ അടുക്കൽ കുറച്ച് ആളുകൾ കടന്നു വന്നിട്ട് പറഞ്ഞു, ഈസാ നബിയെ, ഞങ്ങൾക്ക് നിങ്ങൾ പ്രവാചകനാണെന്ന് മനസ്സിലാക്കാൻ കുറച്ച് ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു തരണം. അതായത് അവർ തന്നെ ആ ദൃഷ്ടാന്തം പറയുന്നു, ആകാശത്ത് നിന്നും ഒരു ഭക്ഷണ തളിക ഇറങ്ങി വന്ന് അതിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഭക്ഷണങ്ങൾ ഉണ്ടാവണം, അത് കാണിച്ചു തന്നാൽ ഞങ്ങൾ നിങ്ങളെ വിശ്വസിക്കാമെന്ന് കുറച്ച് ആളുകൾ പറഞ്ഞപ്പോൾ മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്യുന്നു അള്ളാഹുവിനോട്. വിശുദ്ധമായ ഖുർആനിലെ 5-ാമത്തെ സൂറത്താകുന്ന സൂറത്തുൽ മാഇദയുടെ 114-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല ഈസാ നബി ചെയ്ത ദുആ പറയുന്നുണ്ട്. قال عيسى بن مريم اللهم ربنا أنزل علينا مائدة من السماء تكون لنا عيدا لأولنا وآخرنا وآية منك وارزقنا وأنت خير الرازقين. അല്ലാഹുവേ, മഹദിയായ മറിയം ബീവിയുടെ മകനാകുന്ന ഈസാ നബി അലൈഹിസ്സലാം ദുആരക്കുകയാണ്, പടച്ചവനെ, ഞങ്ങൾക്ക് നീ ആകാശത്ത് നിന്നും ഒരു ഭക്ഷണ തളിക, മാഇദ എന്ന് പറഞ്ഞാൽ തന്നെ ആ സൂറത്തിൻ്റെ പേര് തന്നെ മാഇദ എന്നാണ്. മാഇദ എന്ന് പറഞ്ഞാൽ ഭക്ഷണ തളിക എന്നാണ് അതിൻ്റെ അർത്ഥം. ഭക്ഷണ തളിക നീ ഇറക്കിത്തരണേ അല്ലാ. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആദ്യത്തെ ആൾക്കും അവസാനത്തെ ആൾക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ തരത്തിലുള്ള ഒരു ഭക്ഷണമായിരിക്കണം, അതൊരു ദൃഷ്ടാന്തമാവണം. അള്ളാഹു, ഞങ്ങളുടെ ഉപജീവനത്തിൽ നീ ബറക്കത്ത് നൽകുകയും ചെയ്യണേ എന്ന് മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തുവെന്നാണ്. قال عيسى بن مريم اللهم ربنا أنزل علينا مائدة من السماء تكون لنا عيدا لأولنا وآخرنا وآية منك وارزقنا وأنت خير الرازقين. 5-ാമതായി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഒരു ദുആയാണ്. ആരാണ് ആ ദുആ ചെയ്തത്? മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു കപ്പലുണ്ടാക്കിയ കഥയും, ആ കപ്പൽ മലയുടെ മുകളിലാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ആളുകൾ വന്ന് പറഞ്ഞു, സാധാരണ കപ്പലുണ്ടാക്കുന്നത് തീരപ്രദേശത്തല്ലേ, കടലിലേക്ക് ഇറക്കാൻ, ഇത് മലയുടെ മുകളിൽ കപ്പലുണ്ടാക്കുന്നത് എന്തിനാ? അങ്ങനെ ഒരുപാട് പേര് പരിഹസിച്ചു, ഒരുപാട് പേര് കളിയാക്കി, ഒരുപാട് പേര് കപ്പൽ നിർമ്മിക്കുമ്പോൾ പല ആളുകളും ആ കപ്പൽ നശിപ്പിക്കാൻ നോക്കി. അങ്ങനെ അല്ലാഹു തആല തൂഫാൻ എന്ന് പറയുന്ന ജലപ്രളയമുണ്ടാക്കി. മഴ പെയ്യുന്നു, അതുപോലെ ഭൂമിയിൽ നിന്നും ഉറവ പൊട്ടി വെള്ളം വരുന്നു. ഇങ്ങനെ വെള്ളം ഉയർന്ന് ആ കപ്പൽ നിർമ്മിച്ച മലയോളം ആ വെള്ളം എത്തി. അങ്ങനെ ആ കപ്പൽ ആ വെള്ളത്തിലേക്ക് ഇറങ്ങി അങ്ങനെ പോവുകയാണ്. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമും അന്ന് നൂഹ് നബിയെ കൊണ്ട് വിശ്വസിച്ച ആളുകളും ലോകത്തുള്ള ജീവിവർഗങ്ങളിൽപ്പെട്ട ഓരോ ഇണകളെയുമാണ് ആ കപ്പലിൽ കയറ്റപ്പെട്ടത്. അങ്ങനെ ആ കപ്പൽ ഇങ്ങനെ പോകുമ്പോൾ ഈ നൂഹ് നബിയുടെ മക്കളിൽ ഒരു മകനുണ്ട്, കന്യാൻ എന്നാണ് ആ മകൻ്റെ പേര്. ആ മകൻ ഈ നൂഹ് നബിയെ കൊണ്ട് വിശ്വസിച്ചിരുന്നില്ല. അവൻ കപ്പലിൽ കയറിയില്ല, അവൻ ആ വെള്ളത്തിൽ മുങ്ങി ചത്തുപോയി. അങ്ങനെ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ വെള്ളമൊക്കെ ഇറങ്ങി കപ്പൽ നങ്കൂരമിട്ട് കപ്പലിൽ നിന്നും ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അള്ളാഹുവിനോട് പറഞ്ഞു, അള്ളാഹുവേ, എനിക്ക് നല്ല വിഷമമുണ്ട്, എൻ്റെ മകൻ കന്യാൻ അവൻ വെള്ളത്തിൽ മുങ്ങി മരിച്ചുപോയി, അവൻ ഈ കപ്പലിൽ കയറിയെങ്കിൽ നന്നായേനെ എന്ന് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മനസ്സിലൊരു തോന്നൽ, ഒരു ദുഃഖം.
ആ സമയത്താണ് അല്ലാഹു തആല പറയുന്നത്, നൂഹ് നബിയെ, നിങ്ങളെ കൊണ്ട് വിശ്വസിച്ച, എന്നെ കൊണ്ട് വിശ്വസിച്ച ആളുകളെ മാത്രമാണ് നാളെ ആഖിറത്തിൽ ഞാൻ സ്വീകരിക്കുക എന്ന ഒരു താക്കീദിന്റെ സ്വരത്തിൽ അല്ലാഹു തആല പറഞ്ഞപ്പോഴാണ് ഈ നൂഹ് നബി അലൈഹിസ്സലാം ഈ ദുആ പറയുന്നത്. ഈ ദുആ വിശുദ്ധമായ ഖുർആനിലെ 11ാമത്തെ സൂറത്താകുന്ന സൂറത്തുൽ ഹൂദിന്റെ 47ാമത്തെ ആയത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. എന്താണ് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത്? ഖാല റബ്ബി ഇന്നി അഊദു ബിക അൻ അസ്അലക മാ ലൈസ ലീ ബിഹി ഇൽമുൻ വഇല്ലാ തഗ്ഫിർ ലീ വതർഹംനി അകും മിനൽ ഖാസിരീൻ. അല്ലാഹുവേ, പടച്ചവനേ, എനിക്ക് അറിവില്ലാത്ത കാര്യം ഞാൻ നിന്നോട് ആവശ്യപ്പെട്ടതിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുകയാണ്. എൻ്റെ മകൻ അവൻ മരണപ്പെട്ടു പോയി, പക്ഷെ അവൻ എന്നിലും വിശ്വസിച്ചില്ല, നിന്നിലും വിശ്വസിച്ചില്ല റബ്ബേ. ആ കാര്യം എനിക്കറിയില്ലായിരുന്നു. എനിക്കറിയാത്ത കാര്യമാണ് ഞാൻ നിന്നോട് ചോദിച്ചത്. അത് ഞാനൊരു അദബുകേടായിട്ട് കാണുകയാണ് റബ്ബേ. ഞാൻ ചെയ്തു പോയ ആ പാപം, ആ ഒരു അബദ്ധം, ആ ഒരു തെറ്റ്, അല്ലാഹു, ആ ഒരു ചിന്ത നീ എന്നിൽ നിന്നും പുറത്തു തരണേ അല്ലാ. എനിക്ക് നീ കരുണ ചെയ്യണേ അല്ലാ. നീ കരുണ ചെയ്തില്ലെങ്കിൽ ഞാൻ നഷ്ടവാളികളിൽ പെട്ടുപോകും അല്ലാ എന്ന് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആരക്കുകയാണ്. ഖാല റബ്ബി ഇന്നി അഊദു ബിക അൻ അസ്അലക മാ ലൈസ ലീ ബിഹി ഇൽമുൻ വഇല്ലാ തഗ്ഫിർ ലീ വതർഹംനി അകും മിനൽ ഖാസിരീൻ. ഇനി നമ്മൾ പരിശോധിക്കുന്നത് 6ാമത്തെ ഒരു ദുആയാണ്. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ദുആയാണ്. വിശുദ്ധമായ ഖുർആനിലെ 21ാമത്തെ സൂറത്താകുന്ന സൂറത്തുൽ അംബിയാ, ആ അംബിയാ സൂറത്തിലെ 87ാമത്തെ ആയത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. എന്താ മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നത്? അല്ലാഹുവേ, പടച്ചവനെ, അല്ലാഹുവേ, തീർച്ചയായും ഞാൻ അക്രമകാരികളിൽ പെട്ടുപോയിരിക്കുന്നു. അല്ലാ, നീയല്ലാതെ മറ്റൊരു ആരാധനക്കർഹനുമില്ല. എൻ്റെ പാപങ്ങൾ നീ പുറത്തു തരണേ അല്ലാ എന്നാണ് മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തത്. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഇനി 7ാമതായി നമ്മൾ പറയുന്നത് മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെയ്ത ദുആയാൻ. സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം, ആ സക്കരിയ നബിയുടെ ബന്ധുമിത്രാദികൾ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പരിഹസിക്കാൻ തുടങ്ങി. വാലറ്റവനാണ്, അതായത് ഒരു ആൺകുട്ടിയില്ല എന്ന തരത്തിൽ പരിഹസിക്കാൻ തുടങ്ങി. ആ സമയത്ത് സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആരക്കുകയാണ്. സൂറത്തുൽ മറിയം, വിശുദ്ധമായ ഖുർആനിലെ 19ാമത്തെ സൂറത്താകുന്ന സൂറത്തുൽ മറിയമിൻ്റെ 5ാമത്തെ ആയത്തിൽ അല്ലാഹു തആല ആ ദുആ പറയുന്നുണ്ട്. എന്താണ് ആ ദുആ? സക്കരിയ നബി ദുആരക്കുന്നു, വഇന്നി ഖിഫ്തുൽ മവാലിയ മിൻ വറാഇ വകാനത് ഇംറഅതി ആഖിറ ഫഹബിലി മിൻ ലദുങ്ക വലിയാ. അല്ലാഹുവേ, എനിക്ക് പിറകെ വരുന്ന എൻ്റെ ബന്ധുമിത്രാദികൾ, അവരിൽ പല ആളുകളും ക്രൂരന്മാരാണ്, അവരെ ഞങ്ങൾക്ക് പേടിയാണ് റബ്ബേ. എൻ്റെ ഭാര്യയാണെങ്കിൽ വന്ധ്യതയുള്ളവളാണ്, അവൾക്കിനി കുട്ടി ഉണ്ടാവുകയില്ല. അതിനാൽ നിന്റെ പക്കൽ നിന്നും നീ എനിക്കൊരു ബന്ധുവിനെ, എനിക്കൊരു അവകാശിയെ നീ തരണേ അല്ലാ എന്ന് മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തു. വഇന്നി ഖിഫ്തുൽ മവാലിയ മിൻ വറാഇ വകാനത് ഇംറഅതി ആഖിറ ഫഹബിലി മിൻ ലദുങ്ക വലിയാ. ഇനി നമ്മൾ പറയുന്നത് 8ാമതായി മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ദുആയാണ്. വിശുദ്ധമായ ഖുർആൻ, ആ വിശുദ്ധമായ ഖുർആനിലെ 29ാമത്തെ സൂറത്താകുന്ന സൂറത്തുൽ അൻകബൂത്തിലെ 30ാമത്തെ ആയത്ത്, മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ സമുദായം വളരെയധികം മോശ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരായിരുന്നു. സ്വവർഗ അനുരാഗികളായിരുന്നു ലൂത്ത് നബിയുടെ സമുദായം. ആ സമുദായം ഒരുപാട് ഇങ്ങനെ പാപങ്ങൾ ചെയ്യുന്ന സമയത്ത് ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആരക്കുകയാണ്. എന്താണ് ദുആരക്കുന്നത്? ഖാല, മഹാനവറുകൾ പറഞ്ഞു, റബ്ബിൻസുർനി അലൽ ഖൗമിൽ മുഫ്സിദീൻ. അല്ലാഹുവേ, ഈ കുഴപ്പക്കാരായ ജനതയിൽ നിന്നും എന്നെ നീ സഹായിക്കണേ അല്ലാ എന്ന് മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തു എന്നാണ്. ഖാല റബ്ബിൻസുർനി അലൽ ഖൗമിൽ മുഫ്സിദീൻ. അതുപോലെ 9ാമത്തെ ദുആ
ഒൻപതാമതായി മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആരക്കുന്ന ദുആയുണ്ട്. വിശുദ്ധമായ ഖുർആനിലെ 12ാമത്തെ സൂറത്താകുന്ന സൂറത്ത് യൂസുഫ്, ആ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പറ്റി പറയുന്ന സൂറത്താണ്. ആ സൂറത്തിലെ 101ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആരക്കുന്നു, റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്കി വഅല്ലംതനി മിൻ തഅവീലിൽ അഹാദീസ് ഫാത്തിറസ് സമാവാതി വൽ അർദ് അൻത വലിയ്യി ഫിദ് ദുനിയാ വൽ ആഖിറ തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. അല്ലാഹുവേ, പടച്ചവനെ, എനിക്ക് നീ ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകി, രാജാധികാരം എനിക്ക് നീ നൽകി, അതുപോലെ സ്വപ്ന വ്യാഖ്യാനം പറയാനുള്ള കഴിവ് നീ എനിക്ക് നൽകി, നല്ല സൗന്ദര്യം അതെനിക്ക് നൽകിയ അനുഗ്രഹമാണ്. അങ്ങനെ അനുഗ്രഹങ്ങൾ ഒരുപാടുണ്ട്. അൽഹംദുലില്ലാ, അതിന് ഞാൻ നന്ദി ചെയ്യുന്നു. എന്നിട്ട് മഹാനവറുകൾ പറയുന്നു, തവഫനി മുസ്ലിമൻ വ അൽഹിഖ്നി ബിസ്സാലിഹീൻ. അല്ലാഹുവേ പടച്ചവനെ, എന്നെ നീ മുസ്ലിമായി മരിപ്പിക്കുകയും സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യണേ എന്ന് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആരക്കുകയാണ്. റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്കി വഅല്ലംതനി മിൻ തഅവീലിൽ അഹാദീസ് ഫാത്തിറസ് സമാവാതി വൽ അർദ് അൻത വലിയ്യി ഫിദ് ദുനിയാ വൽ ആഖിറ തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. 10ാമതായി നമ്മൾ പറയുന്നത് മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദുആയാണ്. വിശുദ്ധമായ ഖുർആൻ സൂറത്തു ത്വാഹയുടെ 25 മുതൽ 29 വരെയുള്ള ആയത്തുകൾ പരിശോധിച്ചാൽ ആ ദുആ നമുക്ക് കാണാം. എന്താണ്? മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഫിർഔനിന്റെ അടുക്കലേക്ക് കടന്നു പോകുന്നതിന് മുമ്പ് അള്ളാഹുവിനോട് ചെയ്യുന്ന ദുആയാണ്. ഈ മൂസാ നബിക്ക് ചെറിയ ഈ സംസാരിക്കുമ്പോൾ ചില വിക്കുകൾ വരുമായിരുന്നു, വിക്ക് വരും. അപ്പോൾ മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ ഫിർഔനിന്റെ അടുക്കൽ ചെന്ന് സംസാരിക്കുമ്പോൾ ഒരു പ്രയാസവും നാവിന് ഉണ്ടാവാതിരിക്കാൻ അള്ളാഹുവിനോട് ദ്വാരക്കുന്ന ഒരു ദ്വായാണ്. ഈ ദ്വാ ഈ ഉസ്താദുമാരൊക്കെ പ്രസംഗിക്കുന്നതിന് മുമ്പ് പറയുന്ന ഒരു ദ്വായാണ്. പ്രത്യേകിച്ച് മതപ്രഭാഷണ വേദികളിലൊക്കെ ഉസ്താദുമാർ പ്രസംഗം തുടങ്ങുന്നതിന് മുമ്പ് ഈ ദ്വാ പറയാറുണ്ട്. ഏതാണ് ആ ദ്വാ? ഖാല റബ്ബി ശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി വജഅല്ലി വസീറൻ മിൻ അഹ്ലി. ഇതാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്ത ദുആ. എന്താണ് അതിൻ്റെ അർത്ഥം? ഖാല, മഹാനായ മൂസാ നബി പറഞ്ഞു, റബ്ബി ശ്റഹ് ലി സ്വദ്രി, അല്ലാഹുവേ എൻ്റെ രക്ഷിതാവേ, നീ എനിക്ക് ഹൃദയത്തിൽ വിശാലത നൽകണേ. വയസ്സിർ ലി അംരി, അല്ലാഹു എൻ്റെ കാര്യങ്ങൾ നീ എളുപ്പത്തിലാക്കി തരണേ. വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി, എൻ്റെ നാവിലുള്ള കെട്ട് നീ അഴിച്ചു തരണേ അല്ലാ. യഫ്ഖഹു ഖൗലി, എൻ്റെ സംസാരം ജനങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി എൻ്റെ നാവിലുള്ള കെട്ട് നീ അഴിച്ചു തരണേ അല്ലാ. വജഅല്ലി വസീറൻ മിൻ അഹ്ലി, എൻ്റെ കുടുംബത്തിൽ നിന്നും എനിക്കൊരു സഹായിയെ നീ ഏർപ്പെടുത്തി തരണേ അല്ലാ. ഇതാണ് മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്ത ദുആ. ഖാല റബ്ബി ശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി വജഅല്ലി വസീറൻ മിൻ അഹ്ലി. ഇനി നമ്മൾ പറയുന്നത് 11ാമതായി മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെയ്യുന്ന ദുആയാണ്. ഈ കുട്ടികളില്ലാതെ ഒരുപാട് നാൾ വിഷമിച്ച പ്രവാചകനായിരുന്നു മഹാനായ സക്കരിയ നബി അലിഹിസ്സലാം. ആ സക്കരിയ നബി അലിഹിസ്സലാം നല്ലൊരു സന്താനമുണ്ടാവാൻ അള്ളാഹുവിനോട് ചെയ്യുന്നൊരു ദുആ വിശുദ്ധമായ ഖുർആനിലെ 3ാമത്തെ സൂറത്താകുന്ന സൂറത്തു ആലി ഇമ്രാനിൻ്റെ 38ാമത്തെ ആയത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. മഹാനവറുകൾ ദുആരക്കുകയാണ്, റബ്ബി ഹബിലി മിൻ ലദുങ്ക ദുർരിയതൻ ത്വയ്യിബതൻ ഇന്നക സമീഉദ് ദുആ. അല്ലാഹുവേ പടച്ചവനെ, നിന്റെ അടുക്കൽ നിന്നും എനിക്ക് നീ ഒരു ഉത്തമ സന്താനത്തെ നൽകണേ അല്ലാ. തീർച്ചയായും നീ എൻ്റെ ദുആ കേൾക്കുന്നവനാണല്ലോ അല്ലാ. ഇതാര്? മഹാനായ സക്കരിയ നബി ചെയ്യുന്ന ദുആയാണ്. റബ്ബി ഹബിലി മിൻ ലദുങ്ക ദുർരിയതൻ ത്വയ്യിബതൻ ഇന്നക സമീഉദ് ദുആ. ഇനി നമ്മൾ പരിശോധിക്കുന്നത് 12ാമത്തെ ദുആയാണ്. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്നെ ചെയ്യുന്ന ദുആ. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ മുഴുവൻ ആളുകൾക്കും വേണ്ടി, തന്നെ വിശ്വസിച്ച തൻ്റെ കൂടെ വന്ന എല്ലാവർക്കും വേണ്ടി ചെയ്യുന്ന ദുആയാണ്. എന്താണ് ആ ദുആ? വിശുദ്ധമായ ഖുർആനിലെ 71ാമത്തെ സൂറത്താകുന്ന സൂറത്തു നൂഹ്, ആ നൂഹ് സൂറത്തിൻ്റെ 28ാമത്തെ ആയത്തിൽ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെയ്ത ദുആ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് പടച്ചവൻ. എന്താണ് ആ ദുആ?
റബ്ബി ഗ്ഫിർലി വലിവാലിദയ്യ വലിമൻ ദഖല ബൈതിയ മുഅ്മിനൻ വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വലാ തസിദിൽ ളാലിമീന ഇല്ലാ തബാറാ. അല്ലാഹുവേ, എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ വീട്ടിൽ വിശ്വാസികളായ ആരെല്ലാമുണ്ടോ അവരെല്ലാവർക്കും, സത്യവിശ്വാസികൾക്കും സത്യവിശ്വാസിനികൾക്കും എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാ. അക്രമകാരികൾക്ക് നാശമല്ലാതെ നീ ഒന്നും കൊടുക്കല്ലേ അല്ലാ എന്ന് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആരക്കുകയാണ്. റബ്ബി ഗ്ഫിർലി വലിവാലിദയ്യ വലിമൻ ദഖല ബൈതിയ മുഅ്മിനൻ വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വലാ തസിദിൽ ളാലിമീന ഇല്ലാ തബാറാ. 13-ാമതായി മഹാനായ ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ദുആ. ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ദുആ വിശുദ്ധമായ ഖുർആനിലെ 7-ാമത്തെ സൂറത്താകുന്ന സൂറത്തുൽ അഅറാഫ്. ആ അഅറാഫ് സൂറത്തിൻ്റെ 89-ാമത്തെ ആയത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. എന്താണ് മഹാനായ ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നത്? റബ്ബന ഫ്തഹ് ബൈനനാ വബൈന ഖൗമിനാ ബിൽ ഹഖ് വഅന്ത ഖൈറുൽ ഫാത്തിഹീൻ. അല്ലാഹുവേ, പടച്ചവനേ, ഞങ്ങൾക്കും ഞങ്ങളുടെ ജനങ്ങൾക്കുമിടയിൽ നീ സത്യപ്രകാരം തീർപ്പ് കൽപ്പിക്കണേ അല്ലാ. അതായത് ഈ ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജനത എന്ന് പറഞ്ഞാൽ അളവ് തൂക്കത്തിൽ വഞ്ചന കാണിക്കുന്നവരായിരുന്നു. എത്ര പറഞ്ഞിട്ടും കേൾക്കൂല. അളവിലും തൂക്കത്തിലും എപ്പോഴും വഞ്ചിക്കുന്നവരായിരുന്നു ഈ ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സമുദായം. അപ്പോൾ ആ ഒരു ദുസ്വഭാവത്തിൽ നിന്നും അല്ലാഹുവേ, എന്നെയും എന്നോട് ബന്ധപ്പെട്ടവരെയും നീ കാക്കണേ അല്ലാ എന്ന് മഹാനായ ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആരന്നു. റബ്ബന ഫ്തഹ് ബൈനനാ വബൈന ഖൗമിനാ ബിൽ ഹഖ് വഅന്ത ഖൈറുൽ ഫാത്തിഹീൻ. ഇനി 14-ാമതായി നമ്മൾ നോക്കുന്നത് മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്നെ ചെയ്യുന്ന മറ്റൊരു ദുആയാണ്. വിശുദ്ധമായ ഖുർആനിലെ 7-ാമത്തെ സൂറത്ത് സൂറത്തുൽ അഅറാഫിൻ്റെ 151-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നു. എന്താ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആരക്കുന്നത്? ഖാല, മഹാനവറുകൾ പറഞ്ഞു, റബ്ബി ഗ്ഫിർലി വലി അഖീ വഅദ്ഖിൽനാ ഫീ റഹ്മതിക വഅന്ത അർഹമുർ റഹീമീൻ. അല്ലാഹുവേ, പടച്ചവനേ, നീ എനിക്കും എൻ്റെ സഹോദരനും പൊറുത്തു തരണേ അല്ലാ. ഞങ്ങളെ രണ്ടുപേരെയും നീ കാരുണ്യത്തിൻ്റെ അവകാശികളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. നീ കാരുണ്യം ചെയ്യുന്നവനാണല്ലോ അല്ലാ. ഇതാണ് മഹാനായ മൂസാ നബി ചെയ്ത ദുആ. ഖാല റബ്ബി ഗ്ഫിർലി വലി അഖീ വഅദ്ഖിൽനാ ഫീ റഹ്മതിക വഅന്ത അർഹമുർ റഹീമീൻ. 15-ാമതായി മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെയ്യുന്ന ദുആയാണ്. എന്താ? സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരുപാട് അനുഗ്രഹങ്ങൾ കൊടുത്ത പ്രവാചകനാണ്. ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയ പ്രവാചകനാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം. ഒരുപാട് ഭാഷകൾ അറിയാം. ഉറുമ്പിൻ്റെ, പക്ഷികളുടെ ഭാഷകൾ അറിയാം. ജിന്നുകളുടെ ഭാഷകൾ അറിയാം. ജിന്നുകളും മലക്കുകളും മഹാനായ സുലൈമാൻ നബിക്ക് സേവനം ചെയ്തിരുന്നു എന്നാണ്. ലോകം മുഴുവനും അടക്കി വാണ പ്രവാചകനാണ്. അപ്പോൾ വിശുദ്ധമായ ഖുർആനിലെ 27-ാമത്തെ സൂറത്താകുന്ന സൂറത്ത് നംലിൻ്റെ 19-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നു, മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെയ്ത മുഴുവൻ, അല്ലാഹു ചെയ്തിട്ടുള്ള മുഴുവൻ അനുഗ്രഹങ്ങൾക്കും നന്ദിയായിട്ട് പറയുന്നു. എന്താണ് ആ ദുആ? റബ്ബി ഔസിഇനി അൻ അഷ്കുറ നിഅമതകല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സ്വാലിഹൻ തർളാഹു വഅദ്ഖിൽനി ബിറഹ്മതിക ഫീ ഇബാദികസ് സ്വാലിഹീൻ. അല്ലാഹുവേ, എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും നീ ചെയ്തു തന്നിട്ടുള്ള മുഴുവൻ അനുഗ്രഹത്തിനും ഞാൻ നന്ദി ചെയ്യുകയാണ്. അല്ലാഹുവേ, നിന്റെ കാരുണ്യത്താൽ നിന്റെ സദ്വൃത്തരായ ദാസന്മാരുടെ കൂട്ടത്തിൽ സൽസ്വഭാവികളായ സ്വർഗത്തിൽ കടക്കുന്ന നല്ല ആളുകളിൽ നീ എന്നെ ഉൾപ്പെടുത്തണേ അല്ലാ. ആരാ ദ്വാരക്കുന്ന? ഒരു പ്രവാചകനാണ് പറയുന്നത് സ്വർഗത്തിൽ കടത്തണേ എന്ന്. അപ്പോൾ നമ്മളൊക്കെ എത്ര പ്രാവശ്യം സ്വർഗത്തെ ചോദിക്കണം? റബ്ബി ഔസിഇനി അൻ അഷ്കുറ നിഅമതകല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സ്വാലിഹൻ തർളാഹു വഅദ്ഖിൽനി ബിറഹ്മതിക ഫീ ഇബാദികസ് സ്വാലിഹീൻ. അപ്പോൾ ഇത് നമ്മൾ 15 പ്രവാചകന്മാരുടെ 15 ദുആകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെട്ടത്. ഇനിയും ഒരുപാട് ദുആകളുണ്ട്. ഇൻഷാ അല്ലാഹ് മറ്റൊരവസരത്തിൽ നമുക്കതൊക്കെ പറയാം. ഇവിടെ നമുക്ക് ഈ പറയപ്പെട്ട ദുആകൾ നമുക്ക് എപ്പോഴും ചെയ്യാൻ പറ്റുന്ന ദുആയുണ്ട്, പറ്റാത്ത ദുആയുണ്ട്. പല പ്രവാചകന്മാരും അവരുടെ സമുദായത്തെ നശിപ്പിക്കാൻ വേണ്ടി ദ്വാരുന്നവരുണ്ട്. ആ ദുആയൊന്നും നമുക്കിപ്പോൾ ദ്വാരക്കാൻ പറ്റൂല. പക്ഷേ നമുക്ക് എപ്പോഴും ദുആ ചെയ്യാൻ പറ്റുന്ന ദുആ
ചില പ്രവാചകന്മാർ ചെയ്തിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് നമ്മൾ ഒന്നാമതായി പറഞ്ഞ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ദുആ. റബ്ബനാ വലംനാ അൻഫുസനാ വ ഇല്ലം തഗ്ഫിർ ലനാ വ തർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ, ആ ദുആ. അതുപോലെ തന്നെ യൂനുസ് നബിയുടെ ദുആ, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അതുപോലെ ഇബ്രാഹിം നബിയുടെ ദുആ, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം. അതുപോലെ തന്നെ മഹാനായ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കുട്ടികൾ ഉണ്ടാവാനുള്ള ദുആ. അതുപോലെ മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ദുആ, റബ്ബിശ്റഹ് ലി സുദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ആ ദുആയൊക്കെ നമുക്ക് ഇപ്പോഴും ദുആരക്കാൻ പറ്റുന്ന, ഏത് സമയത്തും നമുക്ക് ദുആ ചെയ്യാൻ പറ്റുന്ന ദുആയാണ്. ഇപ്പോൾ ഖുർആനിലെ ഒരുപാട് ദുആകളുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു അവസരത്തിൽ ആ മറ്റു ദുആകളെ പറ്റി പറയാം. ഇന്ന് നമ്മൾ പറഞ്ഞത് 15 പ്രവാചകന്മാർ ചെയ്തിട്ടുള്ള 15 ദുആകളെ പറ്റിയാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറയപ്പെട്ട ദുആകൾ, നമുക്ക് ചെയ്യാൻ പറ്റിയ ദുആകൾ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ആ ദുആകൾ പരമാവധി വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുക. കാരണം ഇത് ഖുർആനിൽ പറഞ്ഞിട്ടുള്ള ദുആയാണ്. മാത്രമല്ല പ്രവാചകന്മാർ അവരുടെ നാവ് കൊണ്ട് പറഞ്ഞിട്ടുള്ള ദുആയാൽ വലിയ ശ്രേഷ്ഠതയുള്ള ദുആകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള ദുആകൾ പഠിച്ചെടുക്കാനും അത് ജീവിതത്തിൽ നിത്യമായി ദുആ ചെയ്യാനും പടച്ചവൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും ദുനിയാവിലും ആഖിറത്തിലും ഖൈറും സലാമത്തും ബറക്കത്തും നിഅമത്തും എല്ലാവിധത്തിലുള്ള ശർറ് ബലാ മുസീബത്തുകളെ തൊട്ടുള്ള കാവലും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആരെല്ലാം എന്തെല്ലാം ദുആ വസിയത്തുകൾ നമ്മുടെ കമൻറ്റുകൾക്ക് താഴെ പറയുന്നു, അവരുടെയും നമ്മുടെയും എല്ലാവരുടെയും മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ ഹാസിലാക്കുമാറാവട്ടെ. രോഗങ്ങൾക്ക് ശിഫാ നൽകുമാറാവട്ടെ. അതുപോലെ തന്നെ എല്ലാ വിധത്തിലുള്ള ആപത്തുകളെ തൊട്ടും പ്രകൃതി ദുരന്തങ്ങളെ തൊട്ടും അല്ലാഹു കാക്കുമാറാവട്ടെ. നമ്മുടെ മക്കളെയെല്ലാം അല്ലാഹു സ്വാലിഹീങ്ങളാക്കട്ടെ. മരണപ്പെട്ടുപോയവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.